ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചൂസിലേക്ക് സ്വാഗതം. ഇന്നൊരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തോട് അപ്പോഴും നമ്മൾ കളയുമല്ലേ. അപ്പോൾ ഇനി ആരും മുട്ടത്തോട് കളയരുത്. മുട്ടത്തോട് നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചാൽ നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പം നമുക്ക് മാജിക് പൗഡർ തന്നെയാണെന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പൗഡറാണ്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളുടെ ജാറിൽ ആ ബ്ലേഡിന് മൂർച്ച കൂടുകയും നല്ല വെട്ടി തിളങ്ങുന്ന ജാറാക്കി മാറ്റുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ സിങ്കിലും ഒക്കെ വാഷ് ബേസിലും ഒക്കെ നിറച്ചഴുക്കും, അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിലെ സ്റ്റൗവിലൊക്കെ തുരുമ്പിൻ്റെ അംശമൊക്കെ ഇതുപോലെ ഇരിക്കുമല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് പൗഡർ ഇട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഏറ്റവും കൂടുതൽ ഓയിൽ മെഴുക്കൊക്കെ പറ്റുന്നത് നമ്മളുടെ കിച്ചണിലെ ആ സിങ്ക് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം. അതുപോലെ ഈ പ്ലേറ്റ്സിലൊക്കെ നമ്മൾ നോണൊക്കെ കഴിക്കുമ്പോൾ ഓയിൽ മെഴുക്കൊക്കെ നമുക്കിത് ഇതുപോലെ പൗഡർ ഇട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മൾ വില കൂടിയ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇതുപോലെ മുട്ടത്തോടുണ്ടെങ്കിൽ ഈ മാജിക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ബാത്റൂമൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന ടൈൽസും അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് മുട്ടത്തോടുണ്ടെങ്കിൽ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ചെറിയൊരു ജാറിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. കാരണം തേയിലപ്പൊടി നമുക്കറിയാം ഒരു ക്ലീൻ സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കല്ലിപ്പുണ്ടെങ്കിൽ കല്ലിപ്പിടുക. ഞാനിപ്പോൾ ഉപ്പ് പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞെടുത്താൽ നമുക്ക് അത് ക്ലീൻ ആക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് എടുത്തിട്ട് നമുക്കിതൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിത് മാത്രം മതി നമ്മളുടെ പാത്രങ്ങൾ വെക്കാം. നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളൊക്കെ, അതുപോലെ കിച്ചണിലെ ടൈൽസും ഒക്കെ കറയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പൗഡർ തന്നെയാണിത്. അപ്പോൾ ഇനി മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തേയിലപ്പൊടി ഇട്ട് ഉപ്പുവിട്ട് പൊടിച്ചെടുത്താൽ നമ്മളുടെ ആ മാജിക് പൗഡർ തയ്യാറായി. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തപ്പോൾ തന്നെ നമ്മളുടെ ആ ജാറിൽ മൂർച്ച കൂടുകയും അതുപോലെ തന്നെ നല്ല തിളക്കം പറഞ്ഞ ജാറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കണം. സോപ്പ് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഏത് സോപ്പ് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതുകൂടെ ചേർത്ത് നല്ല മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ പോർഷൻസാണ് ക്ലീൻ ആക്കേണ്ടത് അതൊക്കെ ക്ലീൻ ആക്കാം. അതിന് മുമ്പ് നമുക്ക് ഗ്ലൗസ് ഉണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ മെഴുക്കൊക്കെ പറ്റുന്നത് നമ്മളുടെ കിച്ചണിലെ സിങ്കാണ്. അപ്പോൾ നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ പൗഡർ നമ്മളുണ്ടാക്കിയ മാജിക് പൗഡർ കുറച്ച് ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് കൈവച്ച് തന്നെ നമ്മളുടെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. കാരണം മുട്ടത്തോടായതുകൊണ്ട് ചെറിയൊരു തരിയെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിത് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ നമ്മളുടെ ആ പൗഡർ ഇട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഓയിൽ മെഴുക്കും എല്ലാം പോയി കിട്ടും. നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് വില കൂടിയ ഓരോ സൊല്യൂഷൻസും വാങ്ങി നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇതുപോലെ ഓരോ ദിവസം എടുക്കുന്ന മുട്ടത്തോട് കളക്ട് ചെയ്ത് നമുക്ക് ഈ പൗഡർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കിച്ചൺ സിങ്കിൽ ആ നടുക്കത്തെ ആ പോർഷൻസും സ്റ്റീലിൻ്റെ പോർഷൻസും എല്ലാം നല്ലപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയെടുത്തിയാണ്. നല്ലപോലെ തന്നെ ആ തുരുമ്പിൻ്റെ കറയും അഴുക്കും ഓയിൽ മെഴുക്കും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. നല്ല വെട്ടി തിളങ്ങുന്ന സിങ്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതുപോലെ കറയുടെ അംശങ്ങളൊക്കെ കാണും, പ്രത്യേകിച്ച് വെള്ള ടൈലാകുമ്പം. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് അഴുക്കും കറയുള്ള ഭാഗത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അത് ഒരക്കുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അഴുക്കും കറയൊക്കെ ഒന്ന് ഇളകി വരുന്നത്. അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പൗഡർ തന്നെയാണ്. അപ്പം മുട്ടത്തോട് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഹോം മെയ്ഡായിട്ട് ഇതുപോലുള്ള പൗഡറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ എടുത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമ്മളുടെ ബാത്റൂമൊക്കെ വീക്കിലി 1-2 പ്രാവശ്യം ഇതുപോലെ കഴുകി കൊടുത്താൽ മതി. എപ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളുടെ ബാത്റൂം കിടക്കും. അതിനുശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതാണ്. നല്ലപോലെ തന്നെ അഴുക്കും കറയൊക്കെ പോയിട്ടുണ്ട്. എത്ര പോകാത്ത കറയും വരെ നമുക്ക് ഈ എഫക്റ്റീവായിട്ടുള്ള പൊടി കൊണ്ട് മാറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതുപോലെ ഡിസൈൻസൊക്കെ ഉള്ള ടൈലിലും അഴുക്കൊക്കെ കയറി ഇരിക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗവും ഞാൻ വെള്ള പോർഷൻസും അതിൻ്റെ കൂടെയുള്ള വെള്ള പോർഷൻസൊക്കെ ഒന്നും കൂടെ ഒന്ന് വിതർക്കെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ കുറച്ച് നേരം 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞതാണ്. അപ്പോൾ നമ്മളുടെ വെറും മുട്ടത്തോട് വെച്ച് ക്ലീനാക്കിയ നമ്മളുടെ ബാത്റൂമാണ് കാണുന്നത്. നല്ല വെട്ടി തിളങ്ങുന്ന ടൈലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ടത്തോടുണ്ടെങ്കിൽ നമ്മളുടെ വീടും അതുപോലെ തന്നെ ടൈൽസും ഒക്കെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഈ വാഷ് ബേസിനിൽ ഇതുപോലെ തന്നെ നമുക്ക്
ഒരു സൊല്യൂഷൻ ഒഴിക്കേണ്ട കാര്യമില്ല കടകളിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആ പൗഡർ ഇട്ട് കൊടുത്ത് 1-2 മിനിറ്റ് ശേഷം നമുക്കിതുപോലെ കൈ വെച്ചൊന്ന് ഉരച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ സ്ക്രബ്ബറിൻ്റെ ഒന്നിൻ്റെയും കാര്യമില്ല. നമുക്കറിയാം ചിലവർ സ്റ്റീലിൻ്റെയൊക്കെ സ്ക്രബ്ബർ വെച്ച് ഇതുപോലെ ടൈൽസിലൊക്കെ ഉരച്ച് കൊടുക്കാറുണ്ട്. അപ്പം പാടും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ഈ പൊടിയിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഇപ്പം നോക്കി നല്ല പോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ വാഷ് ബേസിൻ. അതുപോലെ നമുക്ക് നോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മെഴുകൊക്കെ പറ്റാറുണ്ടല്ലോ പ്ലേറ്റിൽ, പോകാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മളെത്ര സോപ്പിട്ടാലും ആ ഒരു അംശം കാണും അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഈ പൊടി ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളിലെ തുരുമ്പിൻ്റെ അംശമൊക്കെ പിടിക്കാറുണ്ടല്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ പൊടിയിട്ട് ഈ നമ്മളുടെ അടുക്കളയിലെ പാത്രങ്ങളും ടൈൽസും ഒക്കെ കഴുകിക്കളയാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വസ്ത്രങ്ങളിലെ കറ പോലും ഈ പൊടി കൊണ്ട് പോകും കേട്ടോ. ഈസി ആയിട്ട് തന്നെ എത്ര കരിമ്പനൊക്കെ ആണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അത്ര എഫക്റ്റാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാണ്. നിങ്ങൾക്ക് കാണാം അത് തന്നെ നല്ല മെഴുക്കുള്ളൊരു പ്ലേറ്റായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മളുടെ പ്ലേറ്റ് നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നൊരു പ്ലേറ്റായിട്ട് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളുടെ അടുക്കളയും അതുപോലെ തന്നെ നമ്മളുടെ വീടും ഒക്കെ നല്ല പോലെ തന്നെ ഈ മാജിക് പൗഡർ കൊണ്ട് ക്ലീനാക്കി എടുക്കാം. പിന്നെ നമുക്ക് എപ്പോഴും ക്ലീനാക്കി എടുക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ. അപ്പോൾ അത് ആ പോർഷൻസൊക്കെ ഇതുപോലെ തുരുമ്പിൻ്റെ അംശമൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പിടിച്ച് ഇരിക്കാറുണ്ട്. കൂടുതലും നമ്മൾ ചായയൊക്കെ വെക്കാൻ തിളച്ച് പോകുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അഴുക്ക് പിടിക്കാൻ സാധ്യത. അപ്പോൾ അവിടെയൊക്കെ ഈ സ്റ്റീലിൻ്റെ അംശമുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ പൊടിയിട്ട് കൊടുത്ത് ഒന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ക്ലീനായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തുടച്ചെടുത്താൽ മാത്രം മതി, അഴുക്കൊക്കെ പോയി കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.